മോക്ഷപുണ്യം തേടി തെക്കൻ കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ആയിരങ്ങൾ ബലിതർപ്പണം നടത്തി. ക്ഷേത്രങ്ങളിലും തീർത്ഥഘട്ടങ്ങളിലും പുലർച്ചെ മുതൽ തന്നെ തർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. തിരുവല്ല പരശുരാമ ക്ഷേത്രം, വർക്കല പാപനാശം, അരുവിക്കര ക്ഷേത്രം, ശംഖുമുഖം തീരം എന്നിവിടങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ളവർ തർപ്പണ ചടങ്ങിന് എത്തി. വിഘ്നേശ്വര മാനസ സങ്കൽപ്പ പിതൃപൂജ സമർപ്പയാമി. മൺമറഞ്ഞുപോയ പൂർവികരുടെ ആത്മാക്കൾക്ക് മോക്ഷം ലഭിക്കാനായി വ്രതം നോറ്റ് ഒരിക്കൽ കൂടി അവർ ശ്രാദ്ധമൂട്ടി. നാക്കിലയിൽ ചോറ് വിളമ്പി കണ്ണീരിന്റെ നനവോർമ്മകളിൽ ഒരിക്കൽ കൂടി ഉറ്റവരും ഉടയവരും അലിഞ്ഞു. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ സ്തുതിച്ചു പറയുക. ഓം നമോ നാരായണായ നമഃ, ഓം ബ്രഹ്മദേവായ നമഃ, ഓം മഹാദേവായ നമഃ. വർഷം 1201 ആണ്ട് പരശുരാമ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമെന്ന പെരുമയുള്ളതിനാൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി പേരാണ് തിരുവല്ലത്തെ തർപ്പണ ചടങ്ങുകളുടെ ഭാഗമായത്. 25 വർഷം കൊണ്ടിടും നല്ല രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ശംഖുമുഖം കടൽ തീരം, വർക്കല പാപനാശം, അരുവിക്കര ക്ഷേത്രം തുടങ്ങി 43 ഇടങ്ങളിലാണ് തർപ്പണ ചടങ്ങുകൾക്കായി തീർത്ഥഘട്ടങ്ങൾ ഒരുക്കിയിരുന്നത്. വന്നവർക്കൊന്നും പരാതിയില്ല, തൃപ്തിയായിട്ട് ചെയ്യാൻ പറ്റി. മഴയില്ലാത്തതും വലിയ അനുഗ്രഹമായി. കൊല്ലം തിരുമുല്ലവാരത്ത് ബലിതർപ്പണ ചടങ്ങിനെത്തിയത് നിരവധി പേരാണ്. വിശ്വ ഹിന്ദു പരിഷത്ത്, ഗുരുജി സേവാ സമിതി, ബലിതർപ്പണ ഭൂമി സംരക്ഷണ പരിപാലന ട്രസ്റ്റ്, SNDP ഉൾപ്പെടെയുള്ള സംഘടനകളും ദേവസ്വം ബോർഡും പന്തലുകൾ ഒരുക്കിയതിനാൽ ഭക്തർക്ക് സൗകര്യപ്രദമായി മാറി. വിവിധ ബ്യൂറോ റിപ്പോർട്ടുകളോടെ ജനം, തിരുവനന്തപുരം.